തട്ടിപ്പുകൾ ഏത് രീതിയിൽ നടത്തിയാലും നമ്മൾ അറിയാതെയെങ്കിലും അതിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വീട്ടിൽ വന്ന് തട്ടിപ്പ് നടത്തുന്നവരും ഇപ്പോൾ ന്യൂജൻ തട്ടിപ്പ് രീതിയായ ഓൺലൈൻ തട്ടിപ്പുകളും ഇവിടെ ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. ഒരു കേസ് പിടിച്ചാൽ അവർ അടുത്ത മാർഗവുമായി ഇറങ്ങും. അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടർ തട്ടിപ്പിനായി കണ്ടെത്തിയത് നമ്മളിൽ കുറച്ചുപേരെങ്കിലും വാങ്ങുന്ന ലോട്ടറിയുടെ പേരിലാണ്. നേരിട്ട് മാത്രം വിൽപ്പന നടത്താൻ കഴിയുന്ന കേരള ലോട്ടറിയുടെ വ്യാജ ഓൺലൈൻ പതിപ്പ് വിൽപ്പനയുമായി തട്ടിപ്പുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. 3 PM റിസൾട്ട് കേരള എന്ന പേരിലുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് കേരള സർക്കാർ ഓൺലൈൻ ലോട്ടറി എന്ന പേരിൽ തട്ടിപ്പുകാർ വിൽപ്പന നടത്തുന്നത്. കേരള ലോട്ടറി ഡയറക്ടറേറ്റിന്റെ ഔദ്യോഗിക ഓൺലൈൻ പാർട്ട്ണർ എന്നാണ് ഇവരുടെ അവകാശവാദം. കേരള സർക്കാർ മുദ്രയും ഓൺലൈൻ ലോട്ടറി പാർട്ട്ണറുമായി നിയമിച്ചെന്ന് കാണിച്ചുള്ള അവ്യക്തമായ സർക്കാർ ഉത്തരവിന്റെ കോപ്പി തട്ടിപ്പിനായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. കുറഞ്ഞത് 400 രൂപ ആപ്ലിക്കേഷന്റെ ഓൺലൈൻ അക്കൗണ്ടിൽ UPI വഴി നിക്ഷേപിച്ച് വേണം ഓൺലൈൻ ലോട്ടറി എടുക്കാൻ. തുക നിക്ഷേപിച്ചു കഴിഞ്ഞ് 10 ലോട്ടറിയുടെ സെറ്റോ ഒരു ലോട്ടറിയോ വാങ്ങാൻ സാധിക്കും. ധനലക്ഷ്മി, സുവർണ, കേരളം, കാരുണ്യ, സമൃദ്ധി തുടങ്ങിയ കേരള ലോട്ടറിയുടെ പേരുകളാണ് തട്ടിപ്പുകാരും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സമ്മാനം ലഭിച്ചു എന്ന മെസ്സേജ് വന്നവർക്കൊന്നും പണം പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷന്റെ റിവ്യൂ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നറുക്കെടുപ്പ് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം സമ്മാനത്തുക ഓൺലൈൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്ന്, ഇത് ബാങ്ക് അക്കൗണ്ട് വഴി ടാക്സോ മറ്റു രേഖകളോ നൽകാതെ പിൻവലിക്കാനാകുമെന്നാണ് ഇവർ വാഗ്ദാനം നൽകുന്നത്. വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന മനുഷ്യർ കുറച്ചുപേരെങ്കിലും ഇതിലും വീണുപോയിട്ടുണ്ട്. കഴിവതും ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി വരും. ഒരാൾ നമ്മളെ പറ്റിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറ്റിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് എപ്പോഴും ഓർക്കുക.